നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചിലരെ കാണുമ്പോൾ നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നാറില്ലേ? അങ്ങനെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ചുപേരെ കുഞ്ഞാത്തോലിലൂടെ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇന്ന് കുഞ്ഞാത്തോലിലെ നമ്മൾ പരിചയപ്പെടുന്നത് 3000-ഓളം കുട്ടികളുടെ പത്മിനി ആന്റി എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ സ്വന്തം പത്മിനി പേരശ്ശിയാണ്. പേരശ്ശിക്ക് കുഞ്ഞാത്തോലിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് പറയട്ടെ, പേരശ്ശി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയില് അമ്മയുടെ സഹോദരി, അമ്മയുടെ ചേച്ചിയാണ് പേരശ്ശി എന്ന് വിളിക്കുക. അപ്പൊ ഞാൻ ഈ സംഭാഷണത്തിലുടനീളം പേരശ്ശി എന്നായിരിക്കും അഭിസംബോധന ചെയ്യുണ്ടാവുക എന്നുള്ളതൊന്ന് മുൻകൂർ ജാമ്യം എടുക്കട്ടെ. അപ്പോ പേരശ്ശി ഇവിടെ തൃശ്ശൂർ ജില്ലയില് മണ്ണുത്തിക്കടുത്തുള്ള ഒല്ലൂക്കരയില് പ്രതിഭ നഴ്സറി സ്കൂൾ എന്നുള്ളൊരു സ്ഥാപനം നടത്തുകയാണ്. എത്ര വർഷമായി പേരശ്ശി സ്കൂൾ തുടങ്ങിയിട്ട്? ഇവിടെ ഒല്ലൂക്കരയില് 39 വർഷമായി. ഞാനത് ഒറീസയിലാണ് സ്റ്റാർട്ട് ചെയ്തത്, റൂർക്കലയില്. അതും കൂടെ കൂടുകയാണെങ്കിൽ 50 വർഷമായി. 74-ലാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അതിങ്ങനെ നോക്കുമ്പോൾ ഇത് 50th ഇയർ ആയി എന്ന് പറയാം. 50 വർഷം മുമ്പുള്ള ഒരു സംരംഭകയാണ് നമ്മുടെ ഒപ്പം ഇരിക്കണത്. 50 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു സ്കൂൾ നടത്തിക്കൊണ്ടാണ്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അപ്പൊ പേരശ്ശി, എങ്ങനെയാണ് ഈ ഒരു സ്കൂൾ തുടങ്ങാം എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്? സത്യത്തിൽ ഞാൻ 1969-ലാണ് എൻ്റെ മാരേജ് കഴിഞ്ഞ്. പക്ഷെ അന്ന് ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുമായിരുന്നു. അപ്പോൾ പഠിക്കണമെന്നും ജോലി ചെയ്യണമെന്നും കൊച്ചിലേ ഉള്ള ഒരു മോഹമാണ്. അതുകൊണ്ട് മാരേജ് കഴിഞ്ഞാലും ഒരു വർഷം വീണ്ടും ഇവിടെ നാട്ടിൽ നിന്നുകൊണ്ട് പഠിച്ചു. അത് കഴിഞ്ഞ് പാസ്സായ ശേഷം റൂർക്കല പോയി. അപ്പോഴും ജോലി ചെയ്യണം, സത്യത്തിൽ ബാങ്കിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു മോഹം. പക്ഷെ അതിനുള്ള ചാൻസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ എന്തെങ്കിലും ജോലി വേണം. അപ്പോൾ ഭാഷയുടെ പ്രോബ്ലം കൊണ്ട് പുറത്തേക്ക് വിടാൻ ആൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് 2-3 പേരും കൂടി ഒരു നഴ്സറി സ്കൂൾ തുടങ്ങാമെന്ന് പറഞ്ഞു. അത് പക്ഷേ അതിൻ്റെ മെയിൻ കാരണം, എനിക്കന്ന് 2 വയസ്സായ എൻ്റെ മൂത്ത മകൾ ജനിച്ചിരുന്നു. അപ്പോൾ അവളെ എവിടേക്കും വിടാൻ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതാണ് പ്രധാന കാരണം. അപ്പോൾ എന്നാൽ സ്കൂൾ തുടങ്ങാൻ, വീട്ടിൽ തന്നെ ഒരു സ്കൂൾ തുടങ്ങാമെന്നുള്ളൊരു ഐഡിയ വന്നു. കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ 2 റെഡിയായി. ഒരു മിസ്സിസ് മനോരമ വർമ്മയും മിസ്സിസ് ശ്രീദേവി വിഷ്ണു, കോക്കര അത്തമാരാണ്. മറ്റാൾ തിരുവണ്ണൂർ കോയിലെത്തിയാണ്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ്സും എല്ലാവരും റൂർക്കല സ്റ്റീൽ പ്ലാന്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നമുക്കങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വീടിനുള്ളിൽ തന്നെ ഒരു ക്ലാസ് തുടങ്ങാൻ ചെയ്തത്. അപ്പോൾ വിചാരിച്ചേക്കാളധികം റെസ്പോൺസ് ഉണ്ടായതിന് ആദ്യം ഒറ്റ ഡ്രോയിങ് റൂമിൽ ഒരു 6-7 കുട്ടികളെ വെച്ച് തുടങ്ങി. പക്ഷെ ആ വർഷം അവസാനമാകുമ്പോഴേക്കും അത് 10-30 കുട്ടികൾ വന്നു. വീട്ടിനുള്ളിൽ പറ്റാതെയായി. അപ്പോൾ അടുത്ത വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഭാഷ നല്ല പ്രോബ്ലമായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഹിന്ദി പറയാൻ അറിയില്ല. കേട്ടാൽ കുറച്ച് മനസ്സിലാവും. പക്ഷെ വരുന്ന കുട്ടികൾ എല്ലാ നാട്ടിലും, റൂർക്കല സ്റ്റീൽ പ്ലാന്റിലെ വർക്കേഴ്സ് ആയതുകൊണ്ട് എല്ലാ സ്റ്റേറ്റിലത്തെ കുട്ടികളും ഉണ്ടാവും. ബംഗാളി, ഒറിയ, പിന്നെ എന്ന് പറയണ്ട ഹിന്ദി വരെ നമുക്ക് കഷ്ടിച്ചേ മനസ്സിലാവുള്ളൂ. എന്നാലും അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് കുറേ വിഡ്ഢിത്തങ്ങൾ പറ്റിയിട്ടുണ്ട്. ഭാഷ ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. പിന്നെ മലയാളികളും ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ പിക്കപ്പ് ചെയ്ത് വന്നു. അപ്പം എന്താണ് നാട്ടിലേക്ക് പിന്നെ മാറാനുണ്ടായ ഒരു സാഹചര്യം? നാട്ടിലേക്ക് മാറാൻ കാരണം കുഞ്ഞേട്ടെന്ന് വിളിക്കണു ഞാൻ. അപ്പോൾ അദ്ദേഹം റൂർക്കല സ്റ്റീൽ പ്ലാന്റിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോയി. സൗദി അറേബ്യയിൽ പോയപ്പോൾ അവിടെ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ജോലി വേണം നിർബന്ധമാണ്. അങ്ങനെ നാട്ടിൽ സെറ്റിൽ 1 വർഷം നാട്ടിൽ വെറുതെ ഇരുന്നു, ഭയങ്കര ബോറായിട്ട്. അപ്പോൾ വീണ്ടും അവിടെ ഒരു ഹരിശ്രീ ഒരു സ്കൂളുണ്ട്. ഇവിടെ ഹരിശ്രീ സ്കൂളിൽ വർക്ക് ചെയ്യാവുന്ന ഐഡിയ വന്നു. അതിന് മുന്നേ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ്സായി ഇവിടെ 1 വർഷം. ഒരു സർട്ടിഫിക്കറ്റ് മസ്റ്റാണെന്ന് തോന്നിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹരിശ്രീ സ്കൂളിൽ പോയി വർക്ക് ചെയ്തു. അപ്പോൾ വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്ന് വെച്ചിട്ടാണ്. അങ്ങനെ അവിടുന്ന് കഴിഞ്ഞപ്പോഴാണ് കുറേ ഒറ്റയ്ക്ക് നടത്തി ശീലമുള്ളവർക്ക് വേറെ ആളുടെ അണ്ടറിൽ അത്ര എളുപ്പമല്ല തോന്നി. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഐഡിയ വന്നു. അപ്പോൾ കുഞ്ഞിനേട്ടൻ നല്ല സപ്പോർട്ടായിരുന്നു. അതിനേക്കാളും ചെമ്പൂക്കാവിലേട്ടനും എൻ്റെ ബ്രദറിലോ, അതുപോലെ തന്നെ എൻ്റെ അനിയത്തി സുമതി, അവരുടെ പങ്ക് പറയാതെ പറ്റില്ല. അത്ര എന്നെ നിർബന്ധിച്ചു. എൻ്റെ അച്ഛനും അതുപോലെ തന്നെ, നീ വെറുതെ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരുടെയും കൂടി ഒരു പ്രഷർ വന്നപ്പോൾ
എനിക്കിഷ്ടമുള്ള ജോലി ചെയ്തുകൊണ്ട് അങ്ങനെ തുടങ്ങി. ആദ്യം ചെമ്പൂക്കാട് താമസിച്ചാണ് മറ്റേ ഹരിശ്രീ സ്കൂളിൽ പോയിരുന്നത്. പിന്നെ ഇവിടെ വീട് വെച്ച ശേഷം ഇവിടെ തുടങ്ങി വെച്ചു. 7 കുട്ടികളെ വെച്ച് തുടങ്ങി. ഇവിടെ 7 കുട്ടികളെ വെച്ചിട്ട് സ്റ്റാർട്ടിങ് 7 കുട്ടികളെ. പക്ഷെ നെക്സ്റ്റ് ഇയർ 12 ആയി, നെക്സ്റ്റ് ഇയർ 35 ആയി, നെക്സ്റ്റ് ഇയർ 47 ആയി. ആ നമ്പറൊക്കെ കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. പിന്നെ അങ്ങോട്ട് കൂടി കൂടി വന്നു. LP സെക്ഷൻ ആദ്യം മലയാളം നഴ്സറി ക്ലാസ് തുടങ്ങിയിരുന്നു. അത് പക്ഷെ ഒരു വർഷം കൊണ്ട് 2 തരത്തിലുള്ള കുട്ടികൾ വേണ്ടെന്ന് തോന്നി. ഇംഗ്ലീഷും മലയാളവും 2 വിഭാഗമായിട്ട് വേണ്ട തന്നിട്ട് മലയാളം നഴ്സറി നിർത്തി. അപ്പോഴാണ് പറഞ്ഞത് ഇനി LP സ്കൂൾ തുടങ്ങാൻ പറഞ്ഞിട്ട് 4 വർഷം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ മന്ത്രി PJ ജോസഫ് മറ്റേ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ ബോണഫൈഡായിട്ട് കുട്ടികളെ ചേർക്കില്ല എന്നൊരു ഇത് വന്നു. അപ്പോൾ LP സെക്ഷൻ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഡേ കെയർ താഴത്തേക്ക് വളർന്നു. LKGന്ന് താഴത്തേക്ക് പ്രീ KG പറഞ്ഞിട്ടൊരു ക്ലാസ് തുടങ്ങി. അതിന് നല്ല റെസ്പോൺസായിരുന്നു. ആവശ്യക്കാർ വളരെയധികമായിരുന്നു. അതിനോടുകൂടി ഒരു ഡേ കെയർ 5 മണി വരെ ഡേ കെയർ ഉണ്ടായിരുന്നു. സ്റ്റാഫ് അന്ന് 3 പേര് 2 പേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് തുടങ്ങിയപ്പോൾ ഓരോരുത്തർ കൂട്ടി. ഇപ്പം പറയുകയാണെങ്കിൽ സ്കൂൾ 39 ഇയേഴ്സായി. പക്ഷേ മിനിമം എനിക്കൊരു 39 40 ടീച്ചേഴ്സ് ഇവിടുത്തെ ട്രെയിനിങ്ങിന് വന്നിട്ടായിട്ട് ഇവിടെ സ്റ്റാഫായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ 7 പേരുണ്ട് സ്റ്റാഫായിട്ടുണ്ട്. സ്ഥിരം 7 പേരുണ്ട്. പേർച്ചി 50 കൊല്ലം മുമ്പ് പേർച്ചി പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരാളാ. അപ്പോഴത്തെ ഒരു പഠിപ്പിക്കണ രീതിയും ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയും തമ്മിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്? 50 വർഷം മുന്നേന്ന് പറഞ്ഞാൽ റൂർക്കലയിലായിരുന്നു. അവിടെ ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു. പഠിപ്പിക്കുക വേറെ ഒന്നുമില്ല. എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും സാധിച്ചില്ല. ഒന്നാമത് പാർട്ട്ണർഷിപ്പിലായതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം കുറവായിരുന്നു. രണ്ടാമത് എല്ലാ സ്കൂളുകളും തമ്മിലുള്ള മത്സരം കാരണം എൻട്രൻസ് ടെസ്റ്റിന് കൊണ്ടുപോകേണ്ടത് കൊണ്ട് എല്ലാ നേരവും പഠിപ്പിക്കൽ. അതുകൊണ്ട് അത് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാലും കൊണ്ടു നടന്നു മാത്രം. ഒല്ലൂക്കര വന്നപ്പോൾ നല്ല അറ്റ്മോസ്ഫിയർ. കാരണം ഈ കുട്ടികൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ. അപ്പോൾ പഠിപ്പിനെ പോലെ തന്നെ ഒരു വിധത്തിൽ ഞാൻ മറ്റേ എക്സ്ട്രാ കരിക്കുലറായിട്ട് പ്രത്യേകിച്ച് ഡാൻസ്, പാട്ട്, സ്പോർട്സ് എല്ലാ പരിപാടിയും സ്കൂൾ ആനുവൽ ഡേ. അപ്പോൾ പാരൻസ് എന്ന് വെച്ചാൽ നല്ല കോപ്പറേഷനാണ്. കുട്ടികളെ എല്ലാവരും സ്റ്റേജിൽ കയറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റേജ് ഫിയർ, ഇവിടുന്ന് പോകുന്ന കുട്ടികൾ സ്റ്റേജ് ഫിയർ ഇല്ലാത്തതാണെന്ന് എല്ലാവരും ഞങ്ങൾക്കൊരു ഇത് തരാറുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ആ ഒരു ഗുണമുണ്ട്. അവിടുത്തെക്കാളും എനിക്ക് ഇവിടുത്തെ സ്കൂളാണ് എനിക്കിപ്പോൾ ഇഷ്ടം. പിന്നെ ഒന്നും പറയാതെ പറ്റില്ല, ഇവിടുത്തെ കൊളീഗ്സ് അവരുടെ സഹകരണം എന്ന് പറഞ്ഞാൽ എടുത്തു പറയണം. ഞാൻ എന്തെങ്കിലും മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അവരത് ചെയ്ത്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. മീഡിയം ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം അവോയ്ഡ് ചെയ്യാറില്ല. എന്ത് പഠിപ്പിക്കുന്നുണ്ടോ അതിൻ്റെ മലയാളം വേർഡ് പറഞ്ഞു കൊടുക്കും. ഈവൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് എണ്ണം കൗണ്ടിങ് പഠിപ്പിക്കുമ്പോൾ 1, 2, 10 വരെ പറഞ്ഞിട്ടേ ഞങ്ങൾ 1, 2, 3 പഠിപ്പിക്കാറുള്ളൂ. അല്ലാണ്ട് ഇംഗ്ലീഷ് മലയാളം ഒട്ടും പറയാൻ പാടില്ല എന്നുള്ളത് എനിക്ക് ഒട്ടും യോജിപ്പില്ല. മദർ ടങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ അനുഭവം കൊണ്ട് അങ്ങനെയാണ്. എല്ലാ നെയിംസ് ഓഫ് വെജിറ്റബിൾസോ എന്ത് പറയണമെങ്കിലും അതിൻ്റെ ആദ്യം വെജിറ്റബിൾസ്, പച്ചക്കറികൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പഠിപ്പിക്കുക. അതാണ് കൂടുതൽ, അത് കുട്ടികൾക്ക് കൂടുതൽ ഗ്രാസ്പ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു. വളരെ ചെറിയ കുട്ടികളല്ലേ പേർച്ചി കൈകാര്യം ചെയ്യണത്? അതായത് 2, 2.5, 3 വയസ്സ് മുതൽ ഒരു 5, 6 വയസ്സ് വരെയുള്ള മാക്സിമം അത്ര പ്രായത്തിലുള്ളവർ, അതായത് അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ പഠിച്ച് വരണ ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയണ പോലെ ആ സമയത്ത് എന്ത് ഫീഡ് ചെയ്താലും അത് അവരുടെ ജീവിതകാലം മുഴുവൻ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങൾ ആ ഒരു പ്രായം കൺസിഡർ ചെയ്തുകൊണ്ട് പേർച്ചി എന്തെങ്കിലും പ്രത്യേകം ശ്രദ്ധ കൊടുക്കാറുണ്ടോ? അത് പറയാം. ഇപ്പോഴും ഇവിടുത്തെ കുട്ടികളൊക്കെ എല്ലാവരും ഈ ഇത് ഇട്ടിട്ടാണ് വരിക, അടിയിൽ പാഡൊക്കെ വെച്ചിട്ടാണ് വരാറ്. അപ്പോൾ അതൊക്കെ ആദ്യമേ തന്നെ നമ്മൾ നിർത്തും. കാരണം അത് അവർക്ക് ഇവിടെ സ്പെയർ ഡ്രസ്സ് വെക്കാൻ പറയും.
ടോയ്ലറ്റിൽ 3 പ്രാവശ്യം വരെ ലൈനായിട്ട് കൊണ്ടുപോകും. ലൈനായിട്ട് പോകുക എന്നുള്ളൊരു ബേസ് പഠിക്കും. ടോയ്ലറ്റിൽ പോവുക പഠിക്കും. അത് കഴിഞ്ഞാൽ അതൊക്കെ ഏറ്റവും ആദ്യത്തിൽ തന്നെ പഠിപ്പിക്കും. കലാവാറായി അവർ 1 കാണിച്ചിട്ട് അത് അങ്ങനത്തെ ഐഡിയകൾ പഠിപ്പിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് അത് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കൈ കഴുകണം, ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകണം, സോപ്പിട്ട് കഴുകണം. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർ ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ ആദ്യം പഠിപ്പിക്കുന്നത് നിങ്ങൾ രാവിലെ എണീറ്റ് കഴിക്കുക പാല് കുടിക്കണത് ആരൊക്കെയാ, പല്ല് തേക്കാതെ. അപ്പോൾ തുടക്കത്തിലൊക്കെ കുറേ കുട്ടികൾ പറയും, പക്ഷേ അത് ആദ്യം പഠിപ്പിച്ചു കൊടുക്കും. മോർണിംഗിലും നൈറ്റിലും പല്ല് തേച്ചാലേ നല്ല കുട്ടികളാവുള്ളൂ. പല്ലുമ്പോൾ ഞാൻ തന്നെ കാണിച്ചു കൊടുക്കും, കീ ശബ്ദം ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ ഇഷ്ടവും. അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ നല്ല. പിന്നെ ഷെയർ ചെയ്യാൻ പഠിപ്പിക്കും. അതൊക്കെ ഈ പ്രായത്തിൽ പഠിച്ചില്ലെങ്കിൽ പിന്നെ അതെന്തായില്ല. ഷെയർ ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും UKG-ക്കാരെ പ്രീ-KG-ക്കാരെ അഥവാ കളിപ്പിക്കുക, കരച്ചിൽ അതൊക്കെ കാണും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ മറ്റ് സ്കൂളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം, എല്ലാവരും ആന്റി എന്നാണ് വിളിക്കുക അല്ലെ, മിസ്സോ ടീച്ചറോ ഒന്നുമില്ല ഇവിടെ. അത് എന്താ വെച്ചാൽ റൂർക്കലേന്ന് കണ്ടിന്യൂ ചെയ്താണ്. പക്ഷെ എനിക്ക് ആ കൺസെപ്റ്റിനോട് ഇഷ്ടമാണ്. നമ്മൾ ആന്റി എന്ന് വിളിക്കുമ്പോൾ ഒരു കുറച്ചും കൂടി ഒരു ഫ്രണ്ട്ലി സ്വന്തം ആൾക്കാരെ പോലെ തോന്നും. അതുകൊണ്ട് ഇവിടെ ആരും ടീച്ചറൊന്നും ഞാൻ വിളിക്കാൻ സമ്മതിക്കാറില്ല. ആദ്യമേ തന്നെ ആന്റി എന്ന് വിളിക്കും. ഞങ്ങൾ അവിടെ അത് തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പൊ ഈ പാരന്റ്സ് ഒക്കെ വരുമ്പോൾ അവരും ആന്റി തന്നെയാണോ? അതില് പാരന്റ്സ്, ഇപ്പോഴത്തെ പാരന്റ്സ് പറഞ്ഞാൽ എന്റെ പേരക്കുട്ടികളുടെ പ്രായമായിട്ടുണ്ടാവും. ആദ്യം തന്നെ എല്ലാവരും അങ്ങനെ പത്മിയാണ്ടി എന്ന് തന്നെ വിളിച്ചിട്ട് അങ്ങനെ പേരായി. ആദ്യം തുടങ്ങിയത് ഈ ഒരു ക്ലാസ് റൂമായിരുന്നു. ഈ ഒരു റൂം, ഒരു ഹാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു ഓഫീസ് റൂമും അത് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ്. അങ്ങനെ തുടങ്ങിയത്. ഇതാണ് ഞങ്ങളുടെ എല്ലാ വർഷത്തെയും ആദ്യം മുതലുള്ള കുട്ടികളുണ്ടോ? ഫസ്റ്റ് ബാച്ച് ഇതോ? ശരി. ഇതുപോലെ എല്ലാം ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? പരിപാടികളുടെയും എല്ലാം. ഇതിലിപ്പോ ഏതാ ഏറ്റവും അവസാനത്തെ? ഇതാ. പേരും കൂടി ആയില്ലേ ഇപ്പൊ? പിന്നെ പേരുണ്ട്. അവിടെ ഒന്നും പേരില്ല, ഇവിടെ തൊട്ടിട്ട് പേരുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ നീ കണ്ടോ? നിങ്ങളൊക്കെ കണ്ടോ? 92 അതെ, 92-93. ഇദ്ദേഹമൊക്കെ ഇയാളൊക്കെ ഓൾഡ് സ്റ്റുഡൻസിൽ പെട്ട ആളാണ്. ഇവരൊക്കെ എല്ലാവരും നല്ല സഹകരണമാണ്. PTA-ക്കാരുടെ സഹകരണം കൊണ്ടാണ് നമുക്ക് അധികം ഭാഗം കഴിയുന്നത്. എന്ത് പറഞ്ഞാലും അവർ റെഡിയാണ്. ഇനി ഫിനാൻഷ്യലായിട്ടുള്ള ഹെൽപ്പായാലും ഫിസിക്കലായാലും എന്തിനായാലും. പേരൻസ് ഇപ്പോഴും ക്ലാസ് വന്ന് എടുക്കാറൊക്കെ ഉണ്ടോ? ഞാൻ UKG ഇംഗ്ലീഷ്. ഏതൊക്കെ സബ്ജക്റ്റുകൾ ഉണ്ട് അവർക്ക്? അവർക്ക് ഇംഗ്ലീഷിന്റെ ഹിന്ദി, മലയാളം, ഹിന്ദിയൊക്കെ റിമാൻഡ് എടുക്കും. പിന്നെ GK, നമ്പർ വർക്ക്, ക്രാഫ്റ്റ്, കളറിങ്, കുറേ ഇതുണ്ട്. അതിൽ കൂടെ അതിന് പുറമെ ആനുവൽ ഡേക്ക് ആകുമ്പോൾ ഡാൻസ്. ഇപ്പോൾ ഈ വർഷം യോഗ ക്ലാസ് തുടങ്ങണമെന്ന് ആലോചിക്കണം UKG-കാർക്ക്. ഒരു വർഷം ഓരോന്ന് പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ വർഷവും ആനുവൽ ഡേ, സ്പോർട്സ് ഡേ, അങ്ങനത്തെ എല്ലാം ഉണ്ട്. എല്ലാ വർഷവും ഫസ്റ്റ് ജൂണിൽ റീ ഓപ്പണിംഗ് ഡേ ഫംഗ്ഷൻ, പിന്നെ ജൂലൈയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഓഗസ്റ്റിൽ ഇൻഡിപെൻഡൻസ് ഡേ, സെപ്റ്റംബറിലാകുമ്പോഴേക്കും ഓണം സെലിബ്രേഷൻ, സദ്യയും ഒക്കെ ഉണ്ടാവും. പൂക്കള മത്സരം, പിന്നെ എല്ലാ മാസവും ഓരോരോ പരിപാടി ഉണ്ടാവും. നവംബറിലെ ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ, ഗാന്ധി ജയന്തി, എല്ലാത്തിനെയും പറ്റിയിട്ട് കുട്ടികൾക്ക് സ്പീച്ച് കോമ്പറ്റീഷൻ നടത്തും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഇതിനൊക്കെ പുറമെ അസംബ്ലിയിൽ നമ്മൾ ജനറൽ ക്വസ്റ്റ്യൻസ് ചെറിയ കുട്ടികൾക്ക് അതിപ്പോഴേ പഠിച്ചു പോയ വാട്ട് ഈസ് ദ നെയിം ഓഫ് അവർ കൺട്രി അങ്ങനത്തെയൊക്കെ അത് പഠിക്കും. ജനറലായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കും.
അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു 2 കൊല്ലത്തോളം കോവിഡ് വന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, കൊറോണ കാലം. അപ്പൊ പേരശ്ശിയുടെ ഒരു സാധാരണ പഠിപ്പിക്കുന്ന രീതി പറഞ്ഞാൽ കുട്ടികളെ നേരിട്ട് കണ്ട് അവരെ സ്നേഹിച്ച് അവരെ പഠിപ്പിച്ചു കൊടുക്കാണല്ലോ. ആ ഒരു കാലഘട്ടം ആരും കാണാൻ പറ്റാത്തതായിരുന്നു. അപ്പൊ എങ്ങനെയാ പേരശ്ശി അതിനെ കൈകാര്യം? ഞാൻ സത്യത്തിൽ അത് ആസ്വദിക്കുക ചെയ്തത്. കാരണം എന്താ വെച്ചാല് എല്ലാ സ്കൂളും ഈ ഓൺലൈൻ ക്ലാസ് അവർക്ക് ബുദ്ധിമുട്ടായിട്ട്. പക്ഷെ എനിക്ക് ഞങ്ങൾ എന്താ ചെയ്യുക, 4 കുട്ടികളെ മാത്രം വിളിക്കുക ഓൺലൈനിൽ. ഇന്നത്തെ ഇപ്പം രാവിലെ അറ്റൻഡ് ചെയ്ത കുട്ടികൾ വൈകുന്നേരം വേറെ സബ്ജക്റ്റ്, അങ്ങനെ. അതുകൊണ്ട് കുട്ടികളായിട്ട് കൂടുതൽ കാണാൻ പറ്റില്ല, വരുന്നില്ല എന്നുള്ളൂ. നല്ല അറ്റാച്ച്മെൻറ്റും പാരൻസ് നല്ല കോപ്പറേഷനും എനിക്ക് നല്ല ഇഷ്ടമാവുക. ക്ലാസ് നന്നായി എടുക്കാൻ പറ്റിയിരുന്നു. അവർക്ക് സ്കൂളിൽ വരാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടായി. എന്നാൽ തന്നെ സ്കൂളിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഓൺലൈനിൽ നടത്തി, ഈവൻ സ്പോർട്സ് ഡേ വരെ. കാരണം നമ്മളിവിടുന്ന് എഴുതി കൊടുക്കുക, ഇന്ന ഇത്ര റണ്ണിങ് റേസ് ആണെങ്കിൽ ഇത്ര മീറ്റർ ഓടുക, സ്റ്റാർട്ടിങ്ങും ഒക്കെ വീഡിയോ എടുക്കാൻ പറയാം. എല്ലാവരും വീഡിയോ അങ്ങോട്ട് അയക്കും. അത് വെച്ചിട്ട് നമ്മൾ എല്ലാം നടത്തി. ആനുവൽ ഡേയും സകല പരിപാടി നടത്തി. ആനുവൽ ഡേ ഒക്കെ അവർ വീടുകളിൽ ഓരോ ഐറ്റംസ് അവർ പ്രിപ്പയർ ചെയ്ത് കളിച്ചു, അതിൻ്റെ വീഡിയോ അയച്ചു, അതെല്ലാം ജോയിൻ ചെയ്തോടെ. സത്യം പറഞ്ഞാൽ ആ കാര്യത്തിനാണ് കുട്ടികൾക്ക് മിസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് അത് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അന്ന് ജനിച്ച കുട്ടികളൊക്കെയാണ് ഇപ്പോൾ വരണതേ. ആ കാലത്ത് ജനിച്ച കുട്ടികൾ അതുകൊണ്ട് ഒരു മിംഗ്ലിംഗ് ഒക്കെ കുറവായിരുന്നു. ഇപ്പോൾ ഭേദമായി തുടങ്ങി. ഈ വർഷം കുഴപ്പമില്ല. മറ്റവർക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. ആരും വേറെ ആൾ കാണാണ്ട് വളർന്നതേ. പഠിപ്പിക്കണ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമാണ് ചെയ്ത. സത്യത്തിൽ നല്ല ഓരോരുത്തരും നമ്മൾ പറയുന്നതൊക്കെ നല്ല അതേപോലെ അവരും അമ്മമാർ കൂടെ ഇരിക്കും. അപ്പോൾ അവരും കിട്ടില്ല. അതുകൊണ്ട് ക്ലാസ് നന്നായി. സ്റ്റാഫിനൊക്കെ അങ്ങനെ തന്നെയാണ് അഭിപ്രായം. പക്ഷെ ഇത്രയും കാലം ഒരു സ്കൂൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല എന്ന് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ അങ്ങനെ പേരശ്ശി നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? ബുദ്ധിമുട്ടുകൾ തന്നെ സഹകരണം ഉണ്ടെങ്കിൽ ഇതൊന്നൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഫിസിക്കലി എനിക്ക് സത്യം പറയാം അങ്ങനെ പ്രായത്തിനകത്ത് വയ്യായികളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അത് ഓർക്കാൻ സമയം കിട്ടാറില്ല, അത്രേ ഉള്ളൂ. ഹോളിഡേയ്സിലോ വെക്കേഷനിലോ എനിക്ക് ആകെ മെൻ്റലി ഞാൻ വീക്കാണ്. ഭയങ്കര. പക്ഷേ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളില്ല. ഫിസിക്കൽ കണ്ടീഷൻ കുഴപ്പമില്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പേരശ്ശി ഒരു 2-3 വയസ്സ് പ്രായത്തിലല്ലേ കുട്ടികളൊക്കെ ഇവിടെ വന്ന് ജോയിൻ ചെയ്യണം. അപ്പൊ അവര് പാരന്റ്സിന്റെ അടുത്തുനിന്ന് ആദ്യമായിട്ട് വിട്ടു നിൽക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള സ്വഭാവ രൂപീകരണവും ഉണ്ടാവണ ഒരു കാലാണ്. അപ്പൊ ഈ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും നമ്മളിവിടെ വരുന്ന പ്രായമാണ് കുട്ടികളുടെ ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള സമയം. കുട്ടികൾ സംസാരിക്കാൻ വൈകി കാണാറുണ്ട്. അപ്പോൾ പലരും പതുക്കെ സംസാരിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അറിയാൻ പറ്റും ആ കുട്ടിക്ക് സംസാരിക്കാൻ കഴിവില്ല എന്നോ, അല്ലെങ്കിൽ മറ്റേ കുട്ടികളായിട്ട് മിക്സ് ചെയ്യാൻ പറ്റണില്ല. പിന്നെ പോലെ കുറച്ചൊരു ഓട്ടിസ്റ്റിക്കോ അങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആണോ, അതൊക്കെ നമുക്ക് ഒരു 2 മാസത്തിനുള്ളിൽ, 2 മാസം വേണ്ട 2 ആഴ്ച കൊണ്ട് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് അങ്ങനത്തെ കുട്ടികളെ നമുക്ക് പ്രത്യേകം എടുത്ത് വേറെ ശ്രദ്ധിക്കേണ്ടി വരും. ഒരാൾ അതിന് വേണ്ടിയിട്ട് തന്നെ വേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന കുട്ടികളൊക്കെ വളരെ വ്യത്യാസം വന്നു എന്നാണ് പറയുന്നത്, പാരൻസ് പറയണേ. അതുകൊണ്ട് തന്നെ നമുക്കൊരു സന്തോഷമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അവർ കുട്ടികളായിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ചിലർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് ഓടിയൊക്കെ നടക്കാറുണ്ട്. പക്ഷെ അവർ ബോർഡിലൊക്കെ തോന്നിയത് വരച്ചിടുക അങ്ങനത്തെ അതൊക്കെ പതുക്കെ വ്യത്യാസം വന്ന് കുറേ ഇവിടെ ചുരുങ്ങിയതൊരു 8-10 കുട്ടികൾ അതുപോലത്തെ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്ക് പാരൻസും പറയുന്നുണ്ട് ഇവിടെ വന്ന ശേഷം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് പറയുന്നുണ്ട്. നല്ലൊരു സന്തോഷമുണ്ട്. ഇതാണ് കുട്ടികളെ മിങ്കിൾ ചെയ്യിക്കുക, അതാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അങ്ങനത്തെ കുട്ടികളെ വേറെ കുട്ടികളുടെ കൂടെ മിക്സ് ചെയ്തിട്ട് കൈ പിടിച്ച് നടത്തിക്കുക, വലിയ കുട്ടികളെ അവർക്ക് കളിപ്പിക്കുക, അങ്ങനെ അതൊന്നും വ്യത്യാസം വരാറുണ്ട്. വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുണ്ട്, ഓടി നടക്കലും ഉപദ്രവിക്കലും. അതൊക്കെ അവരെ ആ വിഷയം ഡൈവേർട്ട് ചെയ്ത് കൊടുക്കും. വേറെ അങ്ങനെ ശ്രദ്ധ മാറ്റി ഒരു വിധമൊക്കെ ഞങ്ങൾക്ക് പറ്റാറുണ്ട്. 76 വയസ്സിലും ഇതുപോലൊരു സ്ഥാപനം കൊണ്ടു നടക്കാൻ എന്താണ് പേരശ്ശിക്ക് ഇപ്പോഴും ഒരു പ്രചോദനമായിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കൊളീഗ്സിൻ്റെ സഹകരണം
അവരെന്നോട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ അവർ എപ്പോഴും ശ്രദ്ധിക്കും. എന്നാൽ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുകയും ചെയ്യാം. അതുണ്ട്. അപ്പം അതിന് നാട്ടുകാരുടെ ഒരു പ്രോത്സാഹനമുണ്ട്. അവരെല്ലാ കാര്യങ്ങൾക്കും തയ്യാറാണ്. എനിക്ക് റെസ്റ്റ് എടുത്ത് ഇരിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സ്കൂളിൽ നിന്ന് നടന്നു പോകണം. രക്ഷിതാക്കളുടെയും പാരൻസിൻ്റെയും സഹകരണം അത് തന്നെയാണ്. ആരെങ്കിലും തരത്തിൽ എനിക്ക് എതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഡെസ്പാവും, നിർത്തിപ്പോവും. പക്ഷെ അത് ഇതുവരെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. ഒരാളും നേരിട്ട് ഒരു പ്രശ്നമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേദന എന്താ വെച്ചാൽ ഇവിടെ പഠിച്ചു പോയ കുട്ടികൾ വേറെ കുട്ടികൾ ഇവിടെ ചുരുങ്ങിയത് ഒരു 10-35 പേര് ഇപ്പോൾ പഠിച്ചു വരുന്നുണ്ട്. ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾ അവരുടെ കുട്ടികളെ ഇവിടെ തന്നെ കൊണ്ടു ചേർക്കുക എന്നുള്ളത് ഞങ്ങൾക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിവിടെ 30 പേരിൽ കൂടുതലായും തോന്നുന്നു. അവർ ഇവിടെ തന്നെ വേണം പറഞ്ഞ് വീട് മാറി വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ സ്കൂളിൽ തന്നെ സ്റ്റാർട്ടിങ് ഇവിടെ വേണം പറഞ്ഞിട്ട്. അതൊക്കെ എനിക്കൊരു അഭിമാനം തന്നെയാണ്, സന്തോഷമാണ്. ഇതൊക്കെ തന്നെയാണ് സ്കൂൾ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു പ്രചോദനം. ഞാൻ പടിഞ്ഞാർത്തടം എന്ന് പറഞ്ഞ ഇല്ലത്തെ മകളാണ്. മടങ്ങത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. മടങ്ങാറിലാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇല്ല പേര്. പിന്നെ അദ്ദേഹം ഇപ്പം ഇല്ല. ഞങ്ങൾ റൂർക്കൽ സ്റ്റീൽ പ്ലാന്റിലായിരുന്നു ആദ്യം ജീവിച്ചിരുന്നത്, പണിയെടുത്തിരുന്നത്. എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത ആൾ രേഖ, രണ്ടാമത്തെ ആൾ രേഷ്മ. ആദ്യത്തെ മകൾ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഡൽഹിയിലെ ഹോസ്പിറ്റലിൽ CMO ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് IT മേഖലയാണ്. രണ്ടാമത്തെ ആൾ ഇവിടെ ആ ഏട്ടൻ്റെ കമ്പനിയിൽ തന്നെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നു. രേഷ്മ നാട്ടിലാണ്. വർക്ക് അറ്റ് ഹോം ആയതുകൊണ്ട് ഇവിടെ തന്നെയാണ്. 2 പേർക്കും ഈ 2 പെൺകുട്ടികളാണ്. അവരെല്ലാവരും മൂത്ത ആളിപ്പോൾ മാരേജ് കഴിഞ്ഞു. ആദ്യത്തെ ആളുടെ മൂത്ത കുട്ടി മാരേജ് കഴിഞ്ഞു, ബോംബെയിലാണ്. രണ്ടാമത്തെ ആൾ ഡിഗ്രി ഫൈനൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകൾ രേഷ്മയുടെ ആദ്യത്തെ മകൾ ഇപ്പോൾ എൻജിനീയറിങ് കഴിഞ്ഞു, പോസ്റ്റിംഗ് ആയിട്ടുണ്ട്, ജോലി കിട്ടിയിട്ടുണ്ട്, TCSൽ കയറാൻ പോവുകയാണ്. രണ്ടാമത്തെ കുട്ടി +2 പഠിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കൊച്ചു കുടുംബം. സണ്ണിൻലോസ് ഒരാൾ ചെറിയ ആൾ രേഷ്മയുടെ ഹസ്ബൻഡ് ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു മാനേജറായിട്ട്. ആദ്യത്തെ ആൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ IT കമ്പനി സ്വന്തം നടത്തി വരുന്നു. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പത്മിനി പേർച്ചി നല്ല പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ? അങ്ങനെ നമ്മുടെ പത്മിനി പേർച്ചി, അതായത് ഒരുപാട് പേരുടെ പത്മിനി ആന്റിക്ക് നല്ല ഉത്സാഹത്തോടെ ഉന്മേഷത്തോടു കൂടി തന്നെ ഈ പ്രതിഭ നഴ്സറി സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകാൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള ആയുസ്സും ആരോഗ്യം എല്ലാം ഭഗവാൻ നൽകുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.